ഇന്നൊരു ചെറിയ കറക്കത്തിനുള്ള വഴി ഒത്തു വന്നിട്ടുണ്ട്. അച്ചാച്ചനിന്ന് കോട്ടയം വരെ പോകണം സൈറ്റ് നോക്കാനായിട്ട്. കിട്ടിയ ചാൻസിൽ എന്ത് പറ്റിയെന്നറിയത്തില്ല. ഇന്ന് ആശാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നീയും കൂടെ വരുന്നോന്ന്. പറഞ്ഞത് മാത്രം ഓർമ്മയുണ്ട് പുള്ളിക്ക്. ഞാൻ ദാ റെഡിയായിട്ട് ആദ്യം തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ കിട്ടിയ ഒരു ചാൻസ് പണ്ടേ കളയാറില്ലല്ലോ. സത്യത്തിൽ ഇന്ന് എൻ്റെ അടുത്ത് വരുന്നോ എന്ന് ചോദിക്കാനുള്ള കാരണം ഗൂഗിൾ മാപ്പ് ഇട്ട് പോകേണ്ട ഒരു സ്ഥലമായിരുന്നു. കൂട്ടത്തിൽ വരാൻ ആളില്ലാത്തത് കൊണ്ട് മാത്രമാണ് ആശാൻ എൻ്റെ അടുത്ത് വരുന്നോ എന്ന് ചോദിച്ചത്. പോട്ടെ, നമുക്ക് എന്താണേലും വീട്ടില്ല, പോയാൽ മതിയല്ലോ. പക്ഷെ വീട് പൊട്ടാൻ താക്കോല് തപ്പിയിട്ട് എന്ത് ചെയ്താൽ കാണുന്നില്ല. പിന്നെ അവസാനം ഞങ്ങൾ എൻ്റെ കൂടെ തപ്പി എടുത്ത് ഞാൻ തന്നെ കൊണ്ട് അവിടെ ഇവിടെ വെക്കുന്നതാണ്. പിന്നെ ഞാൻ മറന്നുപോകും. പിന്നെ ഞാൻ വെക്കുന്ന സ്ഥലത്തൊന്നും ആ സാധനം കാണാറേ ഇല്ല. കാരണം എൻ്റെ കുഞ്ഞിപ്പൻ അതെല്ലാം എടുത്തുകൊണ്ട് പോകും. അവസാനം ഇതൊക്കെ തപ്പിയെടുത്ത് സംഭവം കിട്ടിയപ്പോഴത്തേക്ക് വീട് എന്ത് ചെയ്താൽ പൂട്ടാൻ മേല. പിന്നെ ഞാൻ താലം കൈമാറുന്നത് പോലെ അച്ചാച്ചൻ്റെ കയ്യിലോട്ട് ആ താക്കോൽ കൊടുത്ത് വന്നിരുന്ന് പൂട്ടാൻ പറഞ്ഞു. എന്ത് ചെയ്താൽ അത് അടയുന്നില്ല നീ. എൻ്റെ ശക്തിയൊന്നും പോരെന്ന് തോന്നുന്നു. എനിക്ക് ഈ യാത്രയ്ക്കൊരു ഉദ്ദേശമുണ്ട്. തിരിച്ചു വരുന്ന വഴി ഒരു ബിരിയാണി കഴിക്കണം. ഇതാണ് എൻ്റെ ഉദ്ദേശം. സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. കാരണം ഞങ്ങൾ ഓൾറെഡി ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റായി. കാരണം കുഞ്ഞിപ്പെണ്ണിനെ അംഗനവാടി കൊണ്ട് വിട്ടിട്ട് വേണമല്ലോ നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അവളെ വിട്ടിട്ട് വന്നപ്പോൾ ഇന്ന് 10-10:30 10 മണിയാകുമ്പോൾ നമ്മൾ വിടുന്നെങ്കിലും ഇപ്പോൾ പണ്ടത്തെ പോലെയുള്ള ആശാട്ടി ഇത്തിരി സമയം ഞാനും കൂടെ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം വഴക്കുണ്ടാക്കും. അപ്പോൾ ഇന്ന് അവളുടെ പതിവ് പോലുള്ള അവളുടെ വഴക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ 10:30 കഴിഞ്ഞു. അപ്പോൾ ഒരു വിധത്തിൽ അവളെ കൊണ്ട് വിട്ടിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുങ്ങി റെഡിയായി വീടൊക്കെ പൂട്ടി ഇറങ്ങുവാണ്. നല്ല സൂപ്പർ വെയിലാണ് കേട്ടോ. എന്നാലും എനിക്ക് പോകണം. എന്തൊരു വട്ടാന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. അതിൻ്റെ കഥ ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയാം. വീഡിയോ മുഴുവൻ കണ്ടാൽ മതി കേട്ടോ. ഞാൻ പറയുന്നുണ്ട് ഈ വട്ടിൻ്റെ കാര്യം എന്താണെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ സ്ഥലത്തതായി എത്തിയിട്ടുണ്ട്. നല്ല വിജനമായ പ്രദേശം. കട്ട പോസ്റ്റാണ് സത്യത്തിൽ. രാവിലെ ഇന്ന് അച്ചാച്ചന് സൈറ്റ് നോക്കാനായിട്ട് ഇവിടെ നമ്മുടെ കോട്ടയം റൂട്ട് വരണമായിരുന്നു. അപ്പം ഇന്ന് എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്ത കാരണം നീ വരുന്നോ എന്ന് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. കൂട്ടത്തിൽ വരാൻ ആളില്ലഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഒന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചത് മാത്രമേ ഉള്ളൂ. നമ്മൾ പിന്നെ ചോദ്യം കേൾക്കാനായിട്ട് കാത്തിരിക്കുമല്ലോ. അപ്പം തന്നെ ഞാൻ റെഡിയായിട്ട് ഒരുങ്ങി കിട്ടി. വേഗം പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് അംഗനവാടിയിലിട്ട് വിട്ടിട്ട് ഞങ്ങളിത് അവിടെ നന്നേരം ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇതാ സൈറ്റിൽ വന്നു. ഉച്ചയ്ക്ക് 12-12:30 ആകാറായി. ഇനി തിരിച്ചു പോകുന്ന വഴി ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് മതി. ഇന്നത്തേക്കുള്ള കോളായി അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വല്ലവരും ഓർക്കും എനിക്ക് ഏതാണ്ട് ഭ്രാന്താണ്. കാരണം ഇത്രയും നട്ടപ്പുറ വെയിലത്ത് ഇങ്ങനെ ഈ 2 വീലറിൽ പോകുക എന്ന് പറയുന്നത് ഒരുമാതിരി ലൂസായിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന പരിപാടി. അതോ ഒരു കാര്യമില്ലാതെ ചുമ്മാ യാത്ര. പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോഴുള്ള യാത്രകളേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഞങ്ങളായിട്ട് അങ്ങനെ വലിയൊരു സ്ഥലം കാണാനായിട്ടോ എടുക്കാൻ അങ്ങനെയുള്ള യാത്രകളൊക്കെ വളരെ കുറവാന്നല്ല, അങ്ങനെ ഉണ്ടാവുന്നതേ ഇല്ല. 1-2 പ്രാവശ്യമൊക്കെ നമ്മളല്ലാതെ ഇങ്ങനെ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചാൻസുകൾ എനിക്ക് കിട്ടുമ്പോൾ ഞാനിട്ട് കളയാറുമില്ല. ഒരു രസം. യാത്രയോടിങ്ങനെ ഭ്രാന്തായിട്ടുള്ള ആൾക്കാർക്ക് ഈ രസം എന്തുമാത്രം ഉണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാവും. അവർക്ക് ഏത് മനസ്സിലാവും അല്ലേ. അച്ചാച്ചൻ മിക്കവാറും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, നീ ഇങ്ങനെ ബൈക്കിൻ്റെ പുറകിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്തിട്ട് നിനക്ക് എന്താടി ഇത്ര സുഖം എന്നുള്ളത്. പക്ഷെ അവർക്കത് മനസ്സിലാവത്തില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അത്ര ഇങ്ങനെ യാത്ര പോകാനോ എടുക്കാനോ ഒന്നും വലിയ താല്പര്യമുള്ള ഒരാളല്ല. എന്നെ സംബന്ധിച്ച് നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് എവിടെ പോകുമെന്ന് പറഞ്ഞാലും എത്ര ദൂരം പോയാലും ഞാൻ വണ്ടി ഓടിച്ചാലും ശരി മടുക്കത്തേ ഇല്ല. അങ്ങനെ ഒരു മടുപ്പ് എനിക്ക് ഫീൽ ചെയ്യാറേ ഇല്ല. അപ്പം അങ്ങനെ പോകണോ എടുക്കണമെന്നൊക്കെ ഇഷ്ടമുള്ളവർക്കല്ലേ അതിൻ്റെ ആ ഒരു അത് മനസ്സിലാവത്തുള്ളൂ അല്ലേ. എനിക്കിങ്ങനെ കിട്ടുന്ന ഒരവസരങ്ങൾ ഞാൻ പാഴാക്കാറില്ല കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ അത്രേ ഉള്ളൂ. കണ്ട സ്ഥലങ്ങളാണെങ്കിൽ പോലും വീണ്ടും അതുവഴി പോകുന്നതാണേലും അല്ല വീണ്ടും വണ്ടി ഓടിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ക്രൈസാണ്. ആശാൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുവാണ്. ഞാനാണെങ്കിൽ ഇത്തിരി ഒന്ന് ബോറടിച്ചു കേട്ടോ ഇവിടെ നിന്നിട്ട്. പക്ഷെ പറയാൻ പറ്റുമോ, പിന്നെ അടുത്ത പരിപാടിക്കൊന്നും പോകുമ്പോൾ എന്നെ കൊണ്ടുപോകത്തില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി നമ്മുടെ പുതുപ്പള്ളി പള്ളിയുടെ ആ സൈഡിൽ വന്നപ്പോൾ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച്. ഇതാ നമ്മുടെ പുതുപ്പള്ളി പള്ളി കേട്ടോ. നല്ല രസമാണ് കാണാൻ. വൈകുന്നേരം വരുമായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഈ അറ്റം മുതൽ ആ അറ്റം വരെയുള്ള സകല കടകളും ഒന്ന് തുറന്നു വെക്കും. കൂടുതലും ബജിക്കടകളാണേ. അത് നല്ല രസമാണ്. ഈ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്ന് എൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ എന്താ പാടമില്ലേ, പാടം കണ്ടോ എന്നൊക്കെ പറയുന്നത്, അതും കൂടെ ആയത് കാരണം പിന്നെ ഈ തോടിൻ്റെ സൈഡിലൊക്കെ നിറച്ച ആളുകളായിരിക്കും. നല്ലൊരു സൂപ്പർ വൈബുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ ചൂട് പായസം ഇതൊക്കെ ഇവിടെ കിട്ടുന്നതാണ്. നമ്മൾ പക്ഷേ ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് അവിടെ നിന്ന് നേരെ വിട്ടു
അവിടെ നിന്ന് ഇനി വരുന്ന വഴിക്ക് നമുക്ക് ഇവിടെ നിന്നെങ്കിലും ഇത്തിരി മീനും കൂടെ വാങ്ങിച്ചുകൊണ്ട് വേണം വരാനായിട്ട്. അപ്പോൾ ദാ ഇവിടെ വന്ന് തെരണ്ടി കിട്ടി, തെരണ്ടി എന്ന് പറയുന്ന ഒരു മീൻ കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു പീസും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോരുന്നു. ബിരിയാണി കഴിച്ചില്ല ഗൈസ്, സമയം പോയി. കുഞ്ഞിനെ വിളിക്കേണ്ടതല്ലായിരുന്നോ? അതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചേക്ക് പോരുന്നു. അപ്പോൾ ടാറ്റ, നമുക്ക് അടുത്ത് നോക്കാം.